ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ പോകണം. നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക. അപ്പം അത് എങ്ങനെയൊക്കെയാണെന്നൊന്ന് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്നാക്സാണ്. ഈവനിങ് ആയിട്ട് കഴിക്കാം, രാവിലെ ചായയൊക്കെ കഴിക്കാം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും സ്കൂളൊക്കെ വിട്ട് വന്ന്. ഞാനിന്ന് ആദ്യമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാവേ. നമ്മുടെ കോളിഫ്ലവറാണ്. കോളിഫ്ലവർ പക്കാവട ഉണ്ടാക്കാൻ വേണ്ടി അപ്പം ഞാൻ ഒരു 3/4 ഗ്ലാസ് കടലമാവ് എടുത്ത്, പിന്നെ ഒരു 4 സ്പൂണ് കോൺഫ്ലവർ, 2 സ്പൂണ് അരിപ്പൊടി, സാധാരണ അരിപ്പൊടിയെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അരിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു 1/4 സ്പൂണ്, പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ സാധാരണ മുളക് പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും ഞാൻ ആക്കി നമ്മളൊരു ദോശയ്ക്കൊക്കെ കുഴയ്ക്കണ അതേ ഒരു ബാറ്ററിലാണേ. അപ്പം നമുക്ക് സെറ്റാക്കി വെച്ച് ഉണ്ടാക്കാവേ. അപ്പം ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പക്കാവടയൊക്കെ ഉണ്ടാക്കി വലിയ കുഴപ്പമില്ലാതെ വലിയ പരിക്കുകൾ കൂടാതെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതാ അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാ, ഇച്ചിരിയൊക്കെ കരിഞ്ഞു പോയി, ഇച്ചിരി കൂടെ ഒക്കെ ഒന്ന് ഫ്രൈ ആവാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങ് എടുത്തു. അപ്പം ആദ്യമായിട്ടാണ്, കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമുക്ക് ശരിയാക്കി ഉണ്ടാക്കാം. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും കേട്ടോ. കോളിഫ്ലവർ മേടിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പുറത്ത് പോയി നമ്മൾ കൂടുതൽ പൈസയൊക്കെ കൊടുത്ത് ഒരു എക്സ്ട്രാ കളറുകളൊക്കെ ചേർത്ത് ഇതൊക്കെ ഇട്ട് നമുക്ക് കിട്ടും. അപ്പം വീട്ടിലാകുമ്പോൾ ഇച്ചിരി ഭംഗി കുറവും ഇച്ചിരി ടേസ്റ്റ് കുറവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മായമില്ലാണ്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യേ. അപ്പോൾ ആദ്യം ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് സാധനം ഉണ്ടാക്കുമ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ വരില്ലേ. പിന്നെ നമ്മളതൊക്കെ പഠിച്ച് ചെയ്യുമ്പോൾ എല്ലാം ശരിയാവും. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ഫോളോ ചെയ്യണേ, ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ.